എന്താണ് തൈറോയിഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അതിനെ തരം താഴ്ത്തുന്നത് അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്? എന്താണോ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം, സോ അതിന്റെ ആ കൺവേർഷനും അതിന്റെ ആ പ്രോപ്പർ ഫങ്ഷനിങ്ങും ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് പിന്നെയുള്ളത്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, എന്തൊക്കെയാണോ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത് അതിനെ എലിമിനേറ്റ് ചെയ്യാം. ആൻഡ് എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇപ്പോഴ് കൊടുക്കാത്തത്, നല്ലത് കൊടുക്കാത്തത്, അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. മുകളിൽ TSH വേണ്ടിയിട്ടും സിങ്ക് കണ്ടു, സെലീനിയത്തിന്റെ കൂടെയും സിങ്ക് T3 T4 കൺവേർഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്ന് കണ്ടു. സോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയൺ പൊതുവെ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവായിട്ടുള്ള ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിന്റെ അയൺ ഇൻടേക്ക് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ശരീരം പിന്നെ പോകുന്നത് സിങ്ക് റിസർവിലേക്കാണ്. ഇത് നമ്മുടെ തൈറോയിഡ് പ്രവർത്തനത്തിനെ ബാധിക്കുന്നു. ഓക്കെ, ഗോയിട്രോജന്റെ പ്രധാനപ്പെട്ട 3 പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അയോഡിനെ ബ്ലോക്ക് ചെയ്യും, രണ്ടാമത്തത് TPO എന്ന് പറയുന്ന എൻസൈമിനെ, തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാനുള്ള എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും, അതല്ലെങ്കിൽ TSHന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കും. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വെജിറ്റബിൾസ് ഒഴിവാക്കുകയല്ല വേണ്ടത്, കൂടുതൽ അളവിൽ അത്തരം വെജിറ്റബിൾസ് കഴിക്കുന്നത് അല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തത് അത് കുക്ക് ചെയ്ത് കഴിക്കുക. മൂന്നാമത്തത് ഈവൻ ഏറ്റവും തൈറോയിഡ് ഈ ഗോയിട്രോജനേക്കാളും കൂടുതലായിട്ട് ഗോയിറ്ററിന് കാരണമാവുന്ന ഒരു സാധനമാണ് സ്മോക്കിംഗ്. സോ പുകവലി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ടോക്സിൻസ് ഉണ്ട്. ഈ ടോക്സിൻസ് പലപ്പോഴും നമ്മുടെ ഫാറ്റ് സെല്ലിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഫാറ്റ് അതിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് തടി കൂടിയ ആൾക്കാർ, ഓവർ വെയിറ്റ് ആണ്, നോർമലി ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർ ഓവർ വെയിറ്റ് ആണ്. സോ ഇവരിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് കൂടുതലെങ്കിൽ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തടിയും കുറയും. സോ അങ്ങനെ തടി കുറയുന്ന സമയത്ത് നമ്മുടെ ഫാറ്റിനകത്തുള്ള ടോക്സിൻസ് പുറത്തേക്ക് വരും. തടി കൂടിയ ഒരാളില് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ വ്യായാമത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവരുടെ ശരീരത്തിൽ ആ ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് എനർജിയിലേക്ക് മാറ്റാനുള്ള ഒരു സോഴ്സ് അല്ലെങ്കിൽ എൻസൈംസ് ലിവറിൽ ഉണ്ടാകുന്നുണ്ട്. തടി കുറയാതിരിക്കാൻ ഇതൊരു കാരണമായിട്ട് മാറാം. ഞാനിപ്പോൾ തൈറോയിഡിന്റെ മെഡിക്കേഷൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരുമോ? ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്? ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിച്ചൂടെ? എന്നാൽ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടത് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതാണ് സംസാരിച്ചിരുന്നത്. തൈറോയിഡിനെ പറ്റി നേരത്തെ അറിയാം. ജസ്റ്റ് ഒന്ന് ഒരു ഓടിച്ചു പോവാം കേട്ടോ. കഴിഞ്ഞ സെഷനിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, തൈറോയിഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഈ 30 ഗ്രാമിന് താഴെ മാത്രമുള്ള ഗ്ലാൻഡിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ, അതിന്റെ ഹോർമോൺസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്താണ് മെറ്റബോളിസം എന്നുള്ളത്, മെറ്റബോളിസത്തിലെ തൈറോയിഡ് ഹോർമോൺ എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കുറച്ച് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് തൈറോയിഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഉണ്ടാക്കുന്ന TSHും അതിനെ പ്രവർത്തിപ്പിക്കുന്ന തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് വരുന്നതും ഒക്കെ നമ്മൾ ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇതിന്റെ ഫംഗ്ഷനിങ് കുറച്ച് കുറയുന്ന സമയത്ത് ഹൈപ്പോതൈറോയിഡിസം, അല്ലെങ്കിൽ ഫംഗ്ഷനിങ് കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോർമോണിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിനെ പറയുന്നത് ഹൈപ്പർ തൈറോയിഡിസം രീതിയിലാണ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണ്, എങ്ങനെ നമുക്ക് അതിന്റെ ആ ഒരു പസിൽ എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് എന്തൊക്കെയാണ് സെൽഫ് അസസ്മെന്റ് രീതികൾ, ഈ സെൽഫ് അസസ്മെന്റിലെ കൂടാതെ നമുക്ക് എന്തൊക്കെയാണ് ബ്ലഡ് ടെസ്റ്റിൽ നോക്കേണ്ടത്, അതുപോലെ തന്നെ എന്താണ് T4, എന്താണ് T3, എന്താണ് ഫ്രീ T3, എന്താണ് ഫ്രീ T4, ഈ രീതിയിലൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ തൈറോയിഡിനെ എഫക്ട് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള 2 ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തൈറോയിഡിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിലൊന്ന് ഹാഷിമോട്ടോസ് തൈറോയിഡിസം, മറ്റേത് ഗ്രേവ്സ് ഡിസീസുമാണ്. ഒന്നിൽ കൂടുതലായിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് വർക്ക് ചെയ്യും, മറ്റേതിൽ ഗ്രേവ്സ് ഡിസീസിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഹാഷിമോട്ടോസിൽ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ട് TSHന്റെ അളവ് കൂടുതലായിട്ടാണ് കാണുന്നത്. സോ തൈറോയിഡിന്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതാണ്. ശരിക്കും ആ റൂട്ട് കോസസ്, ഒരു പ്രത്യേക സിറ്റുവേഷൻ, ഒരു അവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട റൂട്ട് കോസസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കാരണങ്ങളെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുറമെ മാത്രം ഹീലിങ്ങിന്റെ കാര്യങ്ങൾ ചെയ്യും. ഒരുപക്ഷെ ഒരു മുറിവ് ഉണക്കാൻ അത് വളരെ എഫക്റ്റീവ് ആയിരിക്കാം, പുറമെ മാത്രം നമ്മൾ ബാം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് മുറിവെണ്ണ പോലെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പുറമേയുള്ള ഹീലിങ്ങിന് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഇന്റേണലി ഉള്ള ഒരു കാര്യത്തിന് എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നും അതിനെ എങ്ങനെ തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നും നമുക്ക് അറിയേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ
അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു എഫക്റ്റ് വരുന്നത്, തൈറോയിഡിന് ഒരു ഡിസ്ഫങ്ഷൻ വരുന്നത്? അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് ആണ്. നമ്മുടെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോൺ ഇംബാലൻസസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെക്സ് ഹോർമോൺസ് വരും, അതുപോലെ തന്നെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതല്ലേ, അത് വരും. അതുകൂടാതെ തന്നെ നമ്മുടെ കോർട്ടിസോൾ, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്രിനാലിൻ, കോർട്ടിസോൾ, ഈ രണ്ട് ഹോർമോൺസും ഇതിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന ഹോർമോണുകളാണ്. അപ്പൊ ഈ ഹോർമോണുകളുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയില്ലെങ്കിൽ, സന്തുലിതാവസ്ഥ ഇല്ലെങ്കിൽ, ഓട്ടോമാറ്റിക്കലി തൈറോയ്ഡ് ഹോർമോണിനും സന്തുലിതാവസ്ഥ ഉണ്ടാവില്ല. അതായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന സിംറ്റംസിനുള്ള ലക്ഷണങ്ങൾക്കുള്ള കാരണം. രണ്ടാമത്തെ ഒന്ന് ഇൻഫ്ലമേഷൻ ഓഫ് തൈറോയിഡ് ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡിന് എന്തെങ്കിലും കാരണം കൊണ്ട് ഇൻഫ്ലമേഷൻസ് വന്നിട്ട് ആ ഇൻഫ്ലമേഷൻസ് ഒരുപക്ഷെ നോഡ്യൂൾസ് ആയിട്ടോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ്സിന്റെ ശരിയായ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന രീതിയിലോ എത്തുമ്പോഴാണ് അത് ഇൻഫ്ലമേഷൻ ആയിട്ട് ഒരു വീക്കമായിട്ട് കാണുന്നത്. അത്തരം വീക്കങ്ങളും തൈറോയിഡ് ഗ്ലാൻഡിനെ ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ട് തന്നെ ഹോർമോൺ പ്രൊഡക്ഷനെ ബുദ്ധിമുട്ടിലാക്കും. പിന്നെ വരുന്നത് ന്യൂട്രിയൻസ് ശരിയായ അളവിൽ ഇല്ലെങ്കിലാണ്. തൈറോയിഡിനെ വേണ്ട പല ന്യൂട്രിയൻസും ഉണ്ട്. അതിൽ ഒന്ന് അയോഡിൻ ആണ്. ഒരുപക്ഷെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണത്, അയോഡിന്റെ കുറവ് കൊണ്ട് ഗോയിറ്റർ ഉണ്ടാവുന്നതൊക്കെ. അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനും അയോഡിനും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ, അപ്പോൾ പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. അതുപോലെ ഈ T4 എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് TPO അല്ലെങ്കിൽ തൈറോക്സിൻ പെറോക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ആവശ്യമുണ്ട്. ഇതിനും പല ന്യൂട്രിയൻസും ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ കൺവേർഷന് വേണ്ടിയിട്ട് T3യിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മറ്റു പല എൻസൈമുകളും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെലീനിയം, സിങ്ക് തുടങ്ങിയ മിനറലുകൾ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെയുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം കൊണ്ടും നമുക്ക് തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ വരുന്ന ഒന്നാണ് എൻവയോൺമെന്റൽ ടോക്സിൻസ് എന്ന് പറയുന്നത്. അയോഡിനുമായിട്ട് സാമ്യതയുള്ളതുകൊണ്ട് അതിന് വേണ്ട ചില പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ ബ്രോമിൻ നടത്തിയേക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അതൊരു ടോക്സിൻ ആയിട്ട് കാണപ്പെടാം. അതുപോലെ തന്നെ കാഡ്മിയം പോലെയുള്ള ഹെവി മെറ്റൽസ്, മെർക്കുറി പോലെയുള്ള ഹെവി മെറ്റൽസ്, മെർക്കുറി എവിടെ നിന്നാണ് കിട്ടുക? നമുക്ക് ഒരു പക്ഷേ ചിലപ്പോൾ സീ ഫുഡിൽ നിന്ന് കിട്ടും. ഇത് കൂടാതെ മറ്റു പല ടോക്സിൻസും വരുന്നുണ്ട്. നമ്മുടെ ശരീരം തന്നെ പല ടോക്സിൻസും ഉണ്ടാക്കുന്നുണ്ട്. സോ ഇത്തരം ടോക്സിൻസിന്റെ അളവ് കൂടുമ്പോഴും ഒക്കെ നമുക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷന് അത് കാരണമാകും. അത് കൂടാതെയാണ് ചില സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ വയറിന് തന്നെ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ഗ്ലൂട്ടൻ പോലെയുള്ള പ്രോട്ടീൻ അതിൽ ഉൾപ്പെടുന്നതാണ്. സോ ഗ്ലൂട്ടൻ പോലെയുള്ള പ്രോട്ടീനുമായിട്ട് സെൻസിറ്റിവിറ്റി ഉള്ള ഒരാൾ, അയാളുടെ ശരീരത്തിൽ ഗ്ലൂട്ടൻ കഴിച്ചു കഴിഞ്ഞാൽ, ഗ്ലൂട്ടൻ എവിടുന്ന് കിട്ടുക? ചപ്പാത്തി. അത് അടുത്ത സൈഡിൽ ഞാൻ പറയാം. വീറ്റ് പോലെയുള്ള പ്രൊഡക്ട്സിൽ നിന്നാണ്, ഗോതമ്പ് പോലെയുള്ളതിൽ നിന്നാണ് നമുക്ക് ഗ്ലൂട്ടൻ കിട്ടുന്നത്. സോ ഇങ്ങനെയുള്ള ഗ്ലൂട്ടൻ ശരീരത്തിൽ എത്തുമ്പോൾ ശരീരത്തിന് സെൻസിറ്റിവിറ്റി, അതിനോട് അലർജിയോ ഒക്കെ ഉണ്ടെങ്കിൽ ശരീരം ഓട്ടോമാറ്റിക്കലി അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഗ്ലൂട്ടന് തൈറോയ്ഡ് ഹോർമോണുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടീൻ കണ്ടന്റുമായിട്ട് വളരെ സാമ്യതയുണ്ട്. സോ ഗ്ലൂട്ടൻ ഇല്ലാതാവുന്ന സമയത്തും ആന്റിബോഡീസിന്റെ നിർമ്മാണം അവിടെ നിൽക്കുന്നില്ല. ആന്റിബോഡീസ് ശരീരം തെറ്റിദ്ധരിച്ചിട്ട് ഈ തൈറോയ്ഡ് ഹോർമോണിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡീസ് പിന്നെയും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലേക്കും എത്തുന്നത്. സോ ഭക്ഷണം പോലും നമുക്കിതിൽ വളരെ നല്ല രീതിയിൽ നോക്കേണ്ടതുണ്ട്. ഈ കോസസിനെ പറ്റി കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് തൈറോയ്ഡ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അതിനെ തരം താഴ്ത്തുന്നത് അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നത്? അതിൽ പലതരത്തിലുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് വരുന്നത് സ്ട്രെസ് ആണ്. സ്ട്രെസ് വരുമ്പോൾ എന്താ, നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജം ആവശ്യമുണ്ട് അല്ലെ? സ്ട്രെസ് വരുന്ന സിറ്റുവേഷൻ അങ്ങനെയല്ലേ? ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറയുന്ന ഒരു റോളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ ഒന്നുകിൽ ആ സ്ട്രെസ് ഇവന്റിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും, അല്ലെങ്കിൽ അവിടെ അതിനെ പ്രതികരിക്കാൻ നോക്കും. അതുപോലെ തന്നെ ട്രോമ പോലെയുള്ള സിറ്റുവേഷൻസിൽ, ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ തൈറോയ്ഡ് ഹോർമോൺ പ്രവർത്തനത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതിനെ താഴ്ത്തും. റേഡിയേഷൻ പല കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എടുക്കേണ്ടി വരാം ചികിത്സ പോലെ. മെഡിക്കേഷൻ, ചില മെഡിസിൻസിനും ഒക്കെ ഇതിനെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടോക്സിൻസ്, പെസ്റ്റിസൈഡ്സ്, ഭക്ഷണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന പെസ്റ്റിസൈഡ്സ്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ബി, സി, ഡി, ഇ, എ, മാഗ്നീഷ്യം, അയോഡിൻ, തൈറോസിൻ തുടങ്ങിയ പല ന്യൂട്രിയൻസും ശരീരത്തിന് ആവശ്യമുണ്ട്. തൈറോസിൻ ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്, ഒരു അമിനോ ആസിഡ് ആണ്. പക്ഷെ തൈറോസിൻ ഉണ്ടാക്കാൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ അമിനോ ആസിഡ്, എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. അത് നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൽ കൂടി കിട്ടിയേ പറ്റൂ. സോ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതിന്റെ ഇൻഹിബിഷൻ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് ഹോർമോൺസ് ഉണ്ടാക്കുന്നതിനെ തടയുന്ന കാര്യങ്ങൾ.
മറ്റൊന്ന്, എന്താണോ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ T4ഉം T3യും തൈറോയിഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 90% T4ഉം, പിന്നെ അത് ആക്റ്റീവ് ഫോമിലേക്ക് T3 ഫോമിലേക്ക് വരുന്നത് ലിവറിലും ഒക്കെ വെച്ചിട്ടാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു. സോ അതിന്റെ ആ കൺവേർഷനും അതിന്റെ ആ പ്രോപ്പർ ഫങ്ഷനിങ്ങും ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് പിന്നെയുള്ളത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺവേർഷൻ എന്ന് പറയുമ്പോൾ T4 to T3 കൺവേർഷൻ മാത്രമാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഫങ്ഷനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉപാപചയത്തിന് എന്ത് വേണം? തൈറോയ്ഡ് ഹോർമോൺ ഓരോ കോശങ്ങളിലും അതിന്റെ റിസപ്റ്ററുകളിൽ പോയിട്ട് പ്രവർത്തിക്കണം, അല്ലെ? അതുപോലെ തന്നെ ജീൻ ലെവലിൽ അതിന് പ്രവർത്തിക്കാൻ പറ്റണം. അങ്ങനെയുള്ളതിന് ഒരുപക്ഷെ വേണ്ടത്ര അളവിൽ പല സാധനങ്ങളും കിട്ടുന്നുണ്ടാവില്ല, പ്രത്യേകിച്ച് ന്യൂട്രിയൻസ്, സിങ്ക്, സെലീനിയം, അതുപോലെ തന്നെ വൈറ്റമിൻ എയും ഡിയും ഒക്കെ റിസപ്റ്ററിന്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതോ കോശങ്ങളിൽ. ജനറ്റിക് ലെവലിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഡി. ലാക്ക് ഓഫ് മൂവ്മെന്റ്, നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര മൂവ്മെന്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാത്ത സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ശരീരം പല സമയത്തും ഊർജം ഉപയോഗിക്കുന്നത് വളരെ കുറക്കും. ഈ ഊർജം കുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ശരീരത്തിന്റെ സെൻസിറ്റിവിറ്റി, ഓരോ കോശങ്ങളുടെയും സെൻസിറ്റിവിറ്റി കുറയാണ് ചെയ്യുക. മറ്റൊന്നാണ്, ഭക്ഷണം വളരെ മോശമാവുക. അതൊരു പക്ഷെ പ്രോസസ്ഡ് ഫുഡിലേക്ക് പോവുക, അല്ലെങ്കിൽ നമ്മൾ ഈറ്റ് ഓൺ റൺ, പല പുവർ ഡയറ്റ് ഹാബിറ്റും അതിൽ വരുന്നുണ്ട്. മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ലാതിരിക്കുക, TV തുറന്നു വെച്ചിട്ട് എപ്പോഴും ഭക്ഷണം കഴിക്കണമെങ്കിൽ TV വേണം എന്നുള്ളൊരു പ്രത്യേകത. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ലേഡിയായിട്ട് സംസാരിച്ചപ്പോൾ, അവർ ഹൈദരാബാദിലാണ്, അവർ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് TV ഉണ്ടെങ്കിലേ കാണാറുള്ളൂ, അല്ല TV ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാറുള്ളൂ, പക്ഷെ ഇനിയിപ്പോ ഞാൻ മാറ്റാൻ ശ്രമിക്കാം എന്നാണ് പറഞ്ഞത്. പ്രോസസ്ഡ് ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എത്രമാത്രം പ്രോസസ്സിങ് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ബ്ലഡ് ഷുഗർ വരും. ബ്ലഡ് ഷുഗർ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻസുലിന്റെ അളവ് കൂടും. അത് നേരത്തെ ഞാൻ പറഞ്ഞു. ഇൻസുലിന്റെ അളവും ശരീരത്തിലെ ബ്ലഡിലെ ഇൻസുലിന്റെ അളവും തൈറോയിഡ് ഹോർമോണിന്റെ അളവും തമ്മിൽ ബന്ധമുണ്ട്. സ്ട്രെസ്, പുവർ സ്ലീപ്പ്, ഇത് രണ്ടും നമ്മുടെ കൺവേർഷനായിട്ടും നോർമൽ ഫംഗ്ഷനിങ് ആയിട്ടും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അഗൈൻ ടോക്സിൻസും അതുപോലെ തന്നെ ചില മെഡിക്കേഷൻസും ശരീരത്തിലെ കോശങ്ങളുടെ സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഈവൻ നമ്മുടെ ലിവർ ആൻഡ് കിഡ്നി ഡിസ്ഫങ്ഷനും ഒക്കെ ഉണ്ടാവാം. ഇതൊക്കെ ഈ കൺവേർഷനെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകമായിട്ടും നമ്മൾ കൂടുതലായിട്ട് അടിച്ചേൽപ്പിക്കുന്നത്, അതിനെ മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? എന്തൊക്കെയാണോ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നത് അതിനെ എലിമിനേറ്റ് ചെയ്യുക, അതിനെ സ്റ്റോപ്പ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. ആൻഡ് എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇപ്പോഴ് കൊടുക്കാത്തത്, നല്ലത് കൊടുക്കാത്തത്, അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പാറ്റേൺ പോവുകയാണ് ഏറ്റവും നല്ലത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇന്റേണലി ഉള്ള പ്രോബ്ലംസിന് പൊതുവേ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തൊക്കെയാണോ നമ്മൾ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കണം, എന്തൊക്കെയാണോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇൻക്ലൂഡ് ചെയ്യണം. ഇങ്ങനെ ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷൻസ് നടക്കുക, അല്ലെ? സോ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതിൽ പല ഫാക്ടേഴ്സും വരും. സെഡൻഡറി ലൈഫ് സ്റ്റൈൽ എന്നാണ് നമ്മൾ പൊതുവെ അതിന് പറയുന്നതെങ്കിൽ ഭക്ഷണ പാറ്റേൺ വരും, അതുപോലെ തന്നെ വ്യായാമം ഇല്ലായ്മ വരും, അതുപോലെ തന്നെ ഈവൻ പല ആൾക്കാരുടെയും ഒരുപക്ഷെ വീടുകളിലെ ശീലം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ മക്കളോട് പറയും, നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടുപോകാൻ. അത് പല കാരണം കൊണ്ടാവാം. എനിവേ, ആ കാരണത്തിനെ അല്ല അവിടെ പ്രധാനം. നമുക്ക് കാരണം എന്ത് എന്നുള്ളത്, റൂട്ട് കോസിനെ വരെ നമ്മൾ നോക്കേണ്ടതുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് മകനോട് അല്ലെങ്കിൽ മകളോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു എന്നുള്ളതിൽ കാരണം നോക്കിയിട്ട് കാര്യമില്ല. അവിടെ നമുക്ക് എത്രത്തോളം നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത്രത്തോളം ശരീരം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെ? നമ്മൾ ശരീരത്തിനോട് ഒരു ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഉറക്കം ശരിയായ ഉറക്കം വേണം, ഡീപ്പ് സ്ലീപ്പ്, അതും ഒരു റെഗുലർ ടൈമിൽ, ഭക്ഷണം ഒരു റെഗുലർ ടൈമിൽ, എവറിത്തിങ് ഇൻ ഇറ്റ്സ് ടൈം, അതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ എഗൈൻ ഇതൊക്കെ തന്നെ ഒന്ന് ശരിയായ രീതിയിൽ കൊണ്ടുപോവുകയും അതിന്റെ ഒപ്പം തന്നെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അവെയർഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. പെർട്ടിക്കുലർലി സ്ട്രെസ് മാനേജ്മെന്റിനും. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, ചില ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം വേണ്ടായിരുന്നു എന്ന് തോന്നും. ചില ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ്നെസ് ഫീൽ ചെയ്യും, അല്ലെ? സ്ട്രെസ് മാനേജ്മെന്റ് ഒന്നും വളരെ വലിയ രീതിയിൽ അറിഞ്ഞ് PhD ചെയ്ത ആൾക്കാരൊന്നും ആവണമെന്നില്ല. അതിന് നമുക്ക് ആരുടെ കൂടെ കംഫർട്ടബിൾ ആവാൻ പറ്റുന്നു ആൻഡ് അതിലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നു, അവിടെയാണ് നമുക്കൊരു നല്ല ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ അവരാണ് നമ്മുടെ ഫാമിലി ആയി മാറുന്നുണ്ടാവുക കുറച്ചു കാലം കഴിയുമ്പോൾ. ഓക്കെ, സോ നമ്മുടെ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തൈറോയിഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഇറ്റ്സ് വെരി സിമ്പിൾ: റിമൂവ്, അവോയ്ഡ്, ട്രീറ്റ് ആൻഡ് ഇൻക്ലൂഡ്. സോ ഈ പല കോസസും വരുന്നതിൽ എന്തൊക്കെ നമ്മൾ റിമൂവ് ചെയ്യണോ റിമൂവ് ചെയ്യാം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണോ അവോയ്ഡ് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ശരിയാക്കണോ, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടെങ്കിലും നമ്മുടെ തൈറോയിഡ് ഹെൽത്തിനെ
തൈറോയ്ഡ് ഹോർമോൺസിന് റീപ്ലേസ്മെന്റ് തെറാപ്പി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണോ, തീർച്ചയായിട്ടും അത് ചെയ്യുക. അല്ലെങ്കിൽ അതുകൊണ്ട് മറ്റ് അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഇൻക്ലൂഡ് ചെയ്യാം. സോ ന്യൂട്രിയൻസിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ന്യൂട്രിയൻസ് ആണ് ശരീരത്തിൽ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ TSH ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യമുള്ളത്? പ്രോട്ടീൻ വേണം, മാഗ്നീഷ്യം വേണം, വൈറ്റമിൻ B12, സിങ്ക്, ഇത്തരം മൈക്രോ മിനറൽസ് ആൻഡ് പ്രോട്ടീൻ, മാക്രോ മിനറൽസ്, നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒമേഗ അല്ലെങ്കിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിന് വളരെ കൂടുതലായിട്ട് റിക്വയർഡ് ഉണ്ട്. അത് തൈറോയ്ഡ് പ്രവർത്തനത്തിന് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഒന്നാണ് T4 ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ആദ്യം ഞാൻ പറഞ്ഞത് നമ്മുടെ പിറ്റ്യൂട്ടറിയെ സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ചും അയോഡിനും തൈറോസിൻ എന്ന് പറയുന്ന ഹോർമോണും കൂടിയിട്ടാണ് നമുക്ക് പല സ്റ്റേജിലുള്ള T3, T4, T2 ഒക്കെ ഉണ്ടാവുന്നതെന്ന് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് അയഡിൻ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ സെലീനിയം എന്ന് പറയുന്ന ഒരു മിനറൽ ആവശ്യമുണ്ട് അവിടെ. ആൻഡ് വൈറ്റമിൻ C, വൈറ്റമിൻ B2, ഇത്തരം മിനറൽസും വൈറ്റമിൻസും നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഇത് കൂടാതെ T4 to T3 കൺവേർഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ആവശ്യമുള്ള ഒരു മിനറലാണ് സെലീനിയം, മറ്റൊന്നാണ് സിങ്ക്. ഇപ്പോ ഇവിടെ ഞാൻ സിങ്കിനെ പറ്റി പറയുമ്പോൾ മുകളിൽ TSHന് വേണ്ടിയിട്ടും സിങ്ക് കണ്ടു, സെലീനിയത്തിന്റെ കൂടെയും സിങ്ക് T3, T4 കൺവേർഷന് വേണ്ടിയിട്ട് ആവശ്യമുണ്ടെന്ന് കണ്ടു. സോ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയൺ പൊതുവെ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറവായിട്ടുള്ള ഒരു വ്യക്തിയിൽ അദ്ദേഹത്തിന്റെ അയൺ ഇൻടേക്ക് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ശരീരം പിന്നെ പോകുന്നത് സിങ്ക് റിസർവിലേക്കാണ്. ഇത് നമ്മുടെ തൈറോയിഡ് പ്രവർത്തനത്തിനെ ബാധിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെല്ലുലാർ സെൻസിറ്റിവിറ്റി, ടിഷ്യൂ ലെവലിലുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ തൈറോയിഡ് റിസപ്റ്ററിനെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ജീൻ ലെവലിൽ അതിനെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനും നമ്മുടെ മെറ്റബോളിസത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഈ രണ്ട് വൈറ്റമിൻസും ആവശ്യമുണ്ട്. സോ ഇവിടെ വൈറ്റമിൻ ഡി കുറഞ്ഞ ഒരു വ്യക്തിയിൽ ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻ ഡി ചിലപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഹോർമോണിന്റെ എഫക്റ്റ് ആണ് ചെയ്യുന്നത്. അത്തരം ഒരു രീതിയിലേക്ക് ഈവൻ നമുക്കിവിടെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ബി കോംപ്ലക്സ്, ജനറലി ബി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ഇലക്കറികളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. സോ ഇതും ആൻഡ് വൈറ്റമിൻ എ ഇലക്കറികളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ എഫക്റ്റീവ് ആയിട്ട് ആവശ്യമുണ്ട്. സോ ഇനിയുള്ളത് എന്താണ്? എന്തൊക്കെ തരത്തിലുള്ള ഡയറ്റ് ആണ് നമ്മൾ കഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടന്റ് ആണോ? ഞാൻ പറയും അതെ. കാരണം എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒന്ന് തന്നെ, ഗ്ലൂട്ടൻ അല്ലെങ്കിൽ ഗ്ലൂട്ടനുമായിട്ടോ മറ്റു ഫുഡുമായിട്ടോ അലർജി ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും അയാളുടെ വയറിന്റെ ആരോഗ്യം വളരെ മോശമായിരിക്കും. ഗട്ട് ഹെൽത്ത് മോശമാണെങ്കിൽ, അല്ലെങ്കിൽ IBS പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓട്ടോഇമ്യൂൺ സീലിയാക് ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തൈറോയിഡ് റിലേറ്റഡ് ഇഷ്യൂസ് വരാനുള്ള സാധ്യത കൂടുന്നുണ്ട്. സോ അങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലേക്ക് അതെത്താതെ നോക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു ലെയർ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കുടലിന്റെ ഒരു ലെയർ ആൻഡ് നമ്മുടെ കുടലിലത്തെ ബാക്ടീരിയ, ഇത് രണ്ടും തൈറോയിഡ് ഹെൽത്തിനെ വളരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും, അല്ലെ? അപ്പൊ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡിങ് T3, T4 കൺവേർഷൻ, T4 to T3 കൺവേർഷൻ ചെയ്യാൻ പോലും നമ്മുടെ വയറിനകത്തുള്ള ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നമ്മുടെ ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പാറ്റേൺ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ മോശം അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മോശമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും മാറ്റുക എന്ന് ഞാൻ പറയാം. റിമൂവ് വാട്ട് എവർ ഈസ് നോട്ട് ഓക്കെ. അതിൽ പ്രധാനപ്പെട്ട എന്താണ്? ഒന്ന് ഹൈ ഷുഗർ ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം, അതുപോലെ തന്നെ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കാം, അതുപോലെ തന്നെ ഹൈലി ഫാറ്റ് കണ്ടന്റ് അടങ്ങിയ സാധനങ്ങളായിരിക്കും. കാരണം ഇതൊക്കെ നമ്മുടെ ദഹനത്തിനെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. മസാലകളും നമ്മുടെ ശരീരത്തിന് ഒരുപക്ഷെ വയറിന്റെ ആരോഗ്യത്തിന് മോശമായിട്ട് ബാധിക്കാം. ചില ആളുകൾക്ക് മിൽക്ക് പ്രൊഡക്ട്സ് അതുപോലെ തന്നെ മുട്ട പോലെയുള്ള സാധനങ്ങൾ ഒക്കെ മോശം എഫക്റ്റിൽ എത്തുന്നുണ്ടാവും. സോ അങ്ങനെയുള്ളവര് ആ സാധനങ്ങളും ഈവൻ ഈസ്റ്റുമായിട്ട് അലർജി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഫുഡ് അലർജി ഉണ്ടെങ്കിൽ എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് മാറ്റി നിർത്തേണ്ടത് പ്രധാനമാണ്. ഓക്കെ, അത് കൂടാതെ എന്താണ് ഇപ്പൊ നമ്മൾ കഴിക്കുക? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം റിയൽ ആയിരിക്കണം. ശരിയായ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ, അതിന്റെ പ്രോസസ്സിംഗ് ഒരുപാട് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പ്രോസസ്സിംഗ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിപ്പോ നെല്ല് കുത്തി കൊണ്ടുവന്നിട്ട് അരി എടുത്തു, അല്ലെ? ഈ അരിയാണ് നമ്മുടെ ഭക്ഷണം, നെല്ലല്ല. ഈ അരി എടുക്കുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 സ്റ്റെപ്പ് പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ടാണ്.
സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ അരി കേടാവാതിരിക്കാൻ അല്ലെങ്കിൽ അതിൽ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും ചേർക്കുകയാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ സെക്കൻഡ് സ്റ്റേജ് പ്രോസസ്സിംഗ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അത് പോളിഷ് അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ആ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോസ് എന്തെങ്കിലും അഡീഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ പല അരികളിലും മറ്റു പല കെമിക്കൽസും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. ഈവൻ അതിന്റെ കളറ് നാച്ചുറൽ ആണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിത്ത് ഫൈബർ തവിടോട് കൂടി അരിയാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ പലതും ചെയ്യുന്നുണ്ട്. എനിവേ അതൊക്കെ മാറ്റി നിർത്താം. ആ അരി നമ്മൾ വീട്ടിലെത്തിച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഒരു പക്ഷെ പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് തേർഡ് സ്റ്റെപ്പ് പ്രോസസ്സിംഗ് ആണ്. ഈ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ച പൊടി എടുത്തിട്ട് നമ്മൾ അതിനെ വറുക്കാനോ അല്ലെങ്കിൽ ഈവൻ സ്റ്റീം കുക്ക് ചെയ്യാനോ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഫോർത്ത് സ്റ്റേജ് ആയി. നമ്മുടെ വീട്ടിൽ സാധാരണ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുന്ന പല സാധനങ്ങളിലും എത്ര സ്റ്റേജ് പ്രോസസ്സിംഗ് നടന്നിട്ടുണ്ടാവും? ഈവൻ നൂഡിൽസ് പോലെയുള്ള വെറൈറ്റികളിൽ പലതിലും 2 പ്രാവശ്യം ഫ്രൈയിങ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് അതിന്റെ കുക്കിംഗ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് 2 മിനിറ്റ്സ് നൂഡിൽസിലേക്ക് എത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ഫുഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് റിയൽ ഫുഡിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്പർ 1 പോയിന്റ്. നമ്പർ 2, നമ്മൾ കൂടുതലും സസ്യഭക്ഷണങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ടോക്സിൻസിനെ നിയന്ത്രിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സസ്യം തന്നെ കഴിക്കണം എന്നല്ല, സസ്യമായിട്ട് പ്ലാന്റ് ബേസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഫുഡ് അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈവൻ നമ്മുടെ ഗട്ട് ഹെൽത്തിന്, വയറിന്റെ ആരോഗ്യത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭക്ഷണ പാറ്റേൺ ആണ് അത്. അതുകൂടാതെ പലതരത്തിലുള്ള സപ്ലിമെന്റ്സും ഇൻ കേസ് നമുക്ക് വേണ്ടി വരുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കഴിക്കാൻ റെഡി ആവണം. നമ്മുടെ ശരീരത്തിന് അല്ലെ, അയോഡൈസ്ഡ് സാൾട്ടിന്റെ ആവശ്യം എന്തായിരുന്നു? ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു രോഗം വരുന്നത് അയോഡിന്റെ കുറവ് കൊണ്ടാണെന്നും അപ്പോൾ അയോഡിനെ നമുക്ക് സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴി ഉപ്പ് അല്ലെങ്കിൽ കടലിൽ നിന്ന് കിട്ടുന്ന സീ സാൾട്ട് ആണ് എന്നുള്ളതും മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ആ സീ സാൾട്ടിലേക്ക്, ഈവൻ സീ സാൾട്ടിൽ ഉപ്പ് കുറവാണെങ്കിൽ പോലും നമ്മൾ അവിടെ അഡീഷണൽ ആയിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ തുടങ്ങിയത് ആണ് ഈ അയഡൈസ്ഡ് സാൾട്ടിലേക്ക് എത്തിയത്. എന്നാൽ ആ അയഡൈസ്ഡ് സാൾട്ട് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. എനിവേ, സോ എന്താണ് ഗോയിറ്റർ ആക്ച്വലി? ഗോയിറ്റർ എന്ന് പറയുന്നത് നമുക്ക് പുറത്തു തന്നെ കാണാൻ പറ്റും. സ്വെല്ലിംഗ്, നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഒരു സ്വെല്ലിംഗ് ആണെന്ന് പറയാം. അതിന് വീക്കം വന്നിട്ട് ഉണ്ടാവുന്നതാണ്. സോ അതുകൊണ്ട് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ വോയിസ് കുറച്ചുകൂടി ഹാർഷ് ആയിട്ടോ അല്ലെങ്കിൽ പരുക്കൻ ശബ്ദത്തിലേക്ക് എത്തുന്നുണ്ടാവും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഈവൻ ചില ആൾക്കാരിലൊക്കെ കൈ തലയ്ക്ക് മുകളിലേക്ക് പൊക്കുന്ന സമയത്ത് വേദന അനുഭവപ്പെടാം. ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. എന്നാൽ ഇത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അയോഡിന് എന്തൊക്കെയാണോ ബ്ലോക്ക് ചെയ്യുന്നത് അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ അയോഡിൻ ശരീരത്തിലേക്ക് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാൽ ശരീരം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൂടുതൽ കോശങ്ങൾ ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഹോർമോൺ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കും. തൈറോയിഡ് ഗ്ലാൻഡിലെ ഇപ്പോഴുള്ള കോശങ്ങൾക്ക് വേണ്ടത്ര അളവിൽ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അപ്പൊ കഴിയാത്ത സമയത്ത് അതിന് കൂടുതൽ കോശങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് കൂടുതൽ ഹോർമോൺ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈവൻ ഹഷിമോട്ടോസ് തൈറോയിഡിസം അല്ലെങ്കിൽ നമുക്ക് അൺആക്റ്റീവ് ആയിട്ടുള്ള തൈറോയിഡ് വരുന്ന സമയത്തും ഈ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസ്, കൂടുതൽ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന സമയത്തും ഈ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവാം. അതുകൂടാതെ ഇൻഫ്ലമേഷൻ, അതുപോലെ ചിലപ്പോൾ നോഡ്യൂൾസ്, വെള്ളം ഫ്ലൂയിഡ് ഫീൽഡ് ആയിട്ടുള്ള നോഡ്യൂൾസ് ഉണ്ടാവുമ്പോഴും ഒക്കെ ഈ ഒരു പ്രോബ്ലം ഉണ്ടാവാം. ക്യാൻസറസ് ഗ്രോത്തും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ചിലപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിന്റെ വീക്കത്തിന് അല്ലെങ്കിൽ ഗോയിറ്ററിന് കാരണമാവാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് സാധാരണ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോയിട്രോജൻ ആയിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഗോയിട്രോജൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അയോഡിന്റെ അബ്സോർപ്ഷനെ പ്രതികൂലമായി ബാധിക്കുന്ന സാധനങ്ങൾ, പച്ചക്കറികളാണ് അത്. ഗോയിട്രോജൻ ഒരു പ്രത്യേക തരത്തിലുള്ള ആന്റി ഓക്സിഡൻസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ പ്ലാന്റ് കോൺസെൻട്രേറ്റ്സ് ആണെന്ന് പറയാം. ഇത് എന്തിനാണ്? സസ്യങ്ങളിൽ എന്താണ് ഇത് ചെയ്യുന്നത്? കീടങ്ങൾ വരാതിരിക്കാനോ ഇൻഫെക്ഷൻ, സസ്യങ്ങളിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനോ വേണ്ടിയിട്ട് ഉള്ള ഒരു സാധനമാണത്. സോ അത്തരം പ്രത്യേകിച്ചും ഇലക്കറികളിലാണ് അത് കൂടുതലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക അല്ലെ. അങ്ങനെയുള്ള ക്രൂസിഫർ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ സോയ അല്ലെങ്കിൽ സോയ പ്രൊഡക്ട്സ്, മിൽക്ക് വെറൈറ്റീസ് ഒക്കെ ഇതിൽ ഈ ഗോയിട്രോജൻ കോമ്പൗണ്ട്സ് അടങ്ങിയ സാധനങ്ങളാണ്. അതില് ചിലതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തയോഫ്ലാവനോയിഡ്സ് രൂപത്തിലുള്ളതൊക്കെ നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നതാണ്. സോ എല്ലാ ഗോയിട്രോജനും അല്ലെങ്കിൽ ഒരു നോർമൽ ലെവലിലുള്ള ഗോയിട്രോജൻ അടങ്ങിയ സബ്സ്റ്റൻസസ് ആണ്, ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അത് ശരീരത്തിന് കേടല്ല. സോ ഈ ഗോയിട്രോജന്റെ പ്രധാനപ്പെട്ട 3 പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അയോഡിനെ ബ്ലോക്ക് ചെയ്യും, രണ്ടാമത്തത് TPO എന്ന് പറയുന്ന എൻസൈമിനെ, തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാനുള്ള എൻസൈമിനെ ബ്ലോക്ക് ചെയ്യും, അതല്ലെങ്കിൽ TSHന്റെ പ്രൊഡക്ഷനെ നിയന്ത്രിക്കും. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ വെജിറ്റബിൾസ് ഒഴിവാക്കുകയല്ല വേണ്ടത്. കൂടുതൽ അളവിൽ അത്തരം വെജിറ്റബിൾസ് കഴിക്കുന്നത് അല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക. രണ്ടാമത്തത് അത് കുക്ക് ചെയ്ത് കഴിക്കുക. മൂന്നാമത്തത് ഈവൻ ഏറ്റവും തൈറോയിഡ് ഈ ഗോയിട്രോജനേക്കാളും കൂടുതലായിട്ട് ഗോയിറ്ററിന് കാരണമാവുന്ന ഒരു സാധനമാണ് സ്മോക്കിംഗ്. സോ പുകവലി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. തൈറോയിഡ് ഹെൽത്തിന് വളരെ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു സാധനമാണ് എക്സസൈസ്. വ്യായാമം ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ആവശ്യമുള്ളതാണ്. സോ അതവിടെ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ അൺആക്റ്റീവ് അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം കേസുകളിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ എങ്ങനെയുള്ള വർക്കൗട്ട് നമ്മൾ ചെയ്യണം? പ്രധാനമായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ മസിൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ ഈവൻ നമ്മൾ ഇതുവരെ അങ്ങനെയുള്ള എക്സസൈസ് മുറകളിലേക്കൊന്നും പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നടത്തം മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നടന്നുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ തുടങ്ങുക, സ്റ്റഡി ആയിട്ട് പോവുക, ആൻഡ് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിനെ നേരിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും കൂടുതൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എല്ലാ കോശങ്ങളുടെയും സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഈ തൈറോയ്ഡ് ഹോർമോണുമായിട്ടുള്ള സെൻസിറ്റിവിറ്റി കൂടുതലാക്കിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഈവൻ ചില യോഗ പോസുകളൊക്കെ ഉണ്ട്, അത് തൈറോയ്ഡ് ആ ഭാഗത്തേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെയുള്ള മസിലുകളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലുള്ള ഇൻവേർട്ടഡ് പോസുകളൊക്കെ വളരെ എഫക്റ്റീവ് ആണ്. ബട്ട് ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും നടക്കാൻ നമുക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. നമ്മൾ ആദ്യം പഠിച്ച ഒരു കാര്യമല്ലേ. അതേ സമയത്ത് യോഗ പോസുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആരുടെങ്കിലും ഒക്കെ സഹായം എടുക്കുക. കാരണം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇന്നിപ്പം മുമ്പ് ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് വളരെ കൂടുതലായിട്ട് തൈറോയിഡുമായിട്ട് എഫക്ട് ചെയ്ത് ബുദ്ധിമുട്ടിയിരുന്ന ഒരു ലേഡിയാണ്. ഇന്ന് അവർ യോഗ ഇൻസ്ട്രക്ടറാണ്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൂടെ മാറാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ട്രെസ്. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡും അതുപോലെ തന്നെ അഡ്രിനൽ ഗ്ലാൻഡും സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ട ഒരു ഗ്ലാൻഡാണ് അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനാലിനും കോർട്ടിസോളും ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു ഗ്ലാൻഡാണ്. മുമ്പ് ഒരു സെഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സോ തൈറോയിഡ് ഗ്ലാൻഡും അഡ്രിനൽ ഗ്ലാൻഡും റിലേറ്റഡ് ആണ് വളരെ കൂടുതലായിട്ട്. സോ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോയിഡിനെ മാത്രമല്ല അഡ്രിനലിനെയും ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിൾ. അതിന് വേണ്ടത് എന്താണ്? മാനേജ് സ്ട്രെസ്. നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാം, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അതിനെ കറക്റ്റായ രീതിയിൽ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഈ ഒരു കാര്യത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈറോയിഡിന്റെ സിംറ്റംസ് പലതും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ നമ്മുടെ സ്ട്രെസ്സിനെ കൂടുതലാക്കാൻ മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. സോ അവിടെ പരസ്പരം മനസ്സിലാക്കുക എന്നുള്ള ഒരു അത്യാവശ്യം ഉണ്ട്. ഓക്കെ, സോ സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്കുകൾ പല രീതിയിലുണ്ട്. യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളും ബ്രീത്തിങ് ടെക്നിക്കുകളും അതുപോലെ തന്നെ നല്ല പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും എന്താണോ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ മനസ്സിൽ നിന്ന് സ്ട്രെസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് അത് ശരീരത്തിൽ നിന്ന് ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സ്ട്രെസ് ഇന്റേൺസ് നമ്മുടെ സ്ട്രെസ് തന്നെ ശരീരത്തിനകത്തേക്ക് പലതരത്തിലുള്ള സ്ട്രെസ്സേഴ്സിനെ റിലീസ് ചെയ്യുന്ന ആളാണ്. സോ അത് തന്നെ മതി പിന്നീട് നമുക്ക് സ്ട്രെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചെറിയ ഒരു ട്രിഗർ മാത്രമേ പിന്നീട് ആവശ്യമുള്ളൂ. സോ അവിടെ നമ്മൾ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് വേണം ട്രീറ്റ് ചെയ്യാൻ. റിമൂവ് ടോക്സിൻസ്. ടോക്സിൻസിനെ പല രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരുപക്ഷെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ സോന അല്ലെങ്കിൽ സ്റ്റീം ബാത്ത്. നമ്മൾ നീരാവിയിൽ നിൽക്കുന്ന സ്റ്റീം ഫില്ല് ചെയ്തിട്ടുള്ള പല റൂമുകളോ അല്ലെങ്കിൽ ക്യാബിനുകളോ ഉണ്ടാവും. പല ജിമ്മുകളിലും ഇപ്പം കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റീം ബാത്ത് റെസ്ട്രിക്ട് ചെയ്തിട്ട് 150 ഡിഗ്രി ഫാരൻഹീറ്റ് റെസ്ട്രിക്ട് ചെയ്തിട്ട് പല മെഷീൻ സഹായത്തോട് കൂടിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സോനയും ഉണ്ട്. ഇതിൽ ഏതാണോ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് അത് രണ്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് പലതരത്തിലുള്ള ടോക്സിൻസ് ഉണ്ട്. ഈ ടോക്സിൻസ് പലപ്പോഴും നമ്മുടെ ഫാറ്റ് സെല്ലിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ഫാറ്റ് അതിനെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് തടി കൂടിയ ആൾക്കാർ ഓവർ വെയിറ്റ് ആണ്. നോർമലി ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർ ഓവർ വെയിറ്റ് ആണ്. സോ ഇവരിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആണ് കൂടുതലെങ്കിൽ ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സസൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തടിയും കുറയും. സോ അങ്ങനെ തടി കുറയുന്ന സമയത്ത് നമ്മുടെ ഫാറ്റിനകത്തുള്ള ടോക്സിൻസ് പുറത്തേക്ക് വരും. ഈ ടോക്സിൻസിനെ നമ്മൾ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വെള്ളം നല്ലോണം കുടിക്കണം. അതുപോലെ തന്നെ അത് വേർത്തിട്ട് പോകണം അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ പോകണം. കിഡ്നി ഫംഗ്ഷൻ നോർമൽ ആവണം. സോ വേർത്തിട്ടാണ് പോകുന്നതെങ്കിൽ ഈവൻ നമുക്ക് സ്പോഞ്ച് ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനെ
ലൂഫ എന്നൊക്കെ പറയില്ലേ, അതിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുളിക്കുമ്പോൾ വളരെ നന്നായിട്ട് അത് കളയാൻ പറ്റും. സോ സോന കൂടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, സോന ബാത്ത് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് അത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യും, കൂടുതൽ പെട്ടെന്ന് തന്നെ ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോന ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ചും, സോന എന്ന് പറയുന്നത് അത് മാത്രമായിട്ട് കൂട്ടണ്ട, നമ്മുടെ പാവങ്ങളുടെ സോന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ ബാത്ത്, നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ്. ഈവൻ നമുക്ക് അതിലെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും 15 സെക്കൻഡ് വീതം മാറി മാറിയിട്ടും കുളിക്കാം. പല മെത്തേഡുകളും അതിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത്തരം മെത്തേഡുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒന്ന് ക്ഷീണിക്കും. സോ ഭക്ഷണം, സോനയൊക്കെ ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഭക്ഷണത്തിനെ പറ്റിയിട്ടും ശ്രദ്ധിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം. മദ്യം, ആൽക്കഹോൾ പോലെയുള്ള അല്ലെങ്കിൽ പുകവലി പോലെയുള്ള കാര്യങ്ങൾ എഗെയിൻ നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ വീണ്ടും ടോക്സിക് ആക്കാതിരിക്കാൻ നോക്കണം. അതുകൂടാതെ 1 മണിക്കൂർ മുമ്പും 1 മണിക്കൂർ ശേഷവും നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ആ ഒരു സമയത്ത് നമ്മൾ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറിന്റെ ആരോഗ്യവും നന്നായിട്ടുണ്ടാവും. സോ അങ്ങനെ നമുക്ക് ഇതൊരു ബെറ്റർ നമ്മുടെ സ്ട്രെസ്സേഴ്സിനെ അല്ലെങ്കിൽ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, തൈറോയിഡ് മെഡിക്കേഷൻ. നമ്മൾ തൈറോയിഡ് എന്നല്ല, ജീവിതശൈലി രോഗങ്ങളൊക്കെ ചികിത്സിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കൂടുതൽ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മെഡിക്കേഷൻസ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അത് പെർമനന്റ് ആയിട്ട് നമ്മൾ അതിന് ഡിപ്പെൻഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ അതിന് പകരം ഇവിടെ ഇപ്പോൾ തൈറോയിഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ T4 അല്ലെങ്കിൽ തൈറോക്സിൻ പോലെയുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും ഒരു ഹോർമോൺ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെ? ഇൻസ്റ്റന്റ് ആയിട്ട് അവർക്ക് വേണ്ടത്ര അളവിൽ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അഡീഷണൽ സപ്പോർട്ട് ആവശ്യമില്ല, ഉണ്ട്. അതേ സമയത്ത് ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവരുത്. കാരണം ഇതൊരു സപ്പോർട്ടാണ്. നമ്മൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? അത് ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡേ ടു ഡേ ലൈഫ്, അല്ലെ? അതുപോലെ തന്നെ സപ്പോസ് തൈറോയിഡ് റിമൂവ് ചെയ്ത ഒരാൾ T4 ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഫുഡ്, അല്ലെങ്കിൽ സപ്ലിമെന്റ് എന്ന് മാത്രം കൂട്ടിയാൽ മതി. നമ്മുടെ ശരീരത്തിന് അത് ആവശ്യമുണ്ട്, അത് നമ്മൾ സപ്ലിമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെ? T3 മാത്രമായിട്ട് നമ്മൾ ചികിത്സാർത്ഥം എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രം ചെയ്യണം. കാരണം അത് ഉത്തേജിപ്പിക്കുന്ന ഒരു സാധനമാണ്. പ്ലസ് T4 എന്ന് പറയുന്നത് ശരീരത്തിനകത്തേക്ക് നമ്മൾ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാലും ശരീരം അതിനെ വേണ്ട അളവിൽ മാത്രമേ T3യിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. അത് ശരീരത്തിന് അറിയാം. കൺവേർഷൻ നടക്കുന്നത് എവിടെയാ? നമ്മുടെ ലിവറിലൊക്കെ വെച്ചിട്ടാണ്. സോ അവിടെ കൺവേർഷൻ നടത്താനുള്ള വഴി അതിനറിയാം. അതേസമയത്ത് T3 നമ്മൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കൺവേർഷന്റെ ആവശ്യം വരുന്നില്ല. സോ അത് ഒരുമിച്ച് കൂടുതൽ T3 കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നു. അതൊരു പക്ഷേ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യില്ല. സോ കോമ്പിനേഷൻ ആയിട്ടാണ് ചില സമയങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക. T4ഉം T3യും കോമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതികളുണ്ട്. സിന്തറ്റിക് ആയിട്ടുള്ള ഹോർമോണുകളും അതുപോലെ തന്നെ ബയോ ഐഡന്റിക്കൽ ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ളതും ഒക്കെ നമുക്ക് ഹോർമോൺ ട്രീറ്റ്മെന്റുകളിൽ ഉപയോഗിക്കാൻ പറ്റും. സോ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിന് നേരിട്ട് നമ്മുടെ ശരീരത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ? ജസ്റ്റ് ഒരു റഫ് ആയിട്ട് ഒരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ, തൈറോക്സിൻ ലെവല് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോശങ്ങളിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് കുറയുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിന് ഊർജ്ജം യൂസ് ചെയ്യേണ്ട ആവശ്യം കുറയുന്നു. ക്ഷീണം അനുഭവപ്പെടുന്നു എങ്കിലും ഊർജ്ജം ഉപയോഗിക്കേണ്ട ആവശ്യം കുറയുന്നു. അപ്പൊ എന്ത് ചെയ്യും? അവിടെയുള്ള ഊർജ്ജം ഫാറ്റിലേക്ക് മാറ്റിയിട്ട് അവിടെ ഫാറ്റ് സ്റ്റോറേജ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ തൈറോക്സിന്റെ അളവ് കുറയുമ്പോൾ ഈസ്ട്രജന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്. ഈസ്ട്രജന്റെ അളവ് കൂടുമ്പോൾ അതിന്റെ ഒന്നിച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ പോലെയുള്ള മറ്റു ഹോർമോണുകൾ കുറയുന്നു. ഇത് പലപ്പോഴും നമുക്ക് PCOS പോലെയുള്ള അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് സിൻഡ്രോം പോലെയുള്ള കേസുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ അവിടെ കൺസീവ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാം, പ്രഗ്നന്റ് ആവാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. തൈറോക്സിൻ ലെവല് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കൊളസ്ട്രോൾ, ഫാറ്റിന്റെ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ്, ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവും കൂടുകയാണ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റിനെ എനർജിയിലേക്ക് മാറ്റാൻ ആവശ്യമുള്ള T4 to T3 കൺവേർഷൻ നടക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ ലിവറിന്റെ എൻസൈംസിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ തടി കൂടിയ ഒരാളില് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്ര ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ വ്യായാമത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവരുടെ ശരീരത്തിൽ ആ ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് എനർജിയിലേക്ക് മാറ്റാനുള്ള ഒരു സോഴ്സ് അല്ലെങ്കിൽ എൻസൈംസ് ലിവറിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അവർക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാം, അല്ലെങ്കിൽ അവരുടെ തടി കുറയാതിരിക്കാൻ ഇതൊരു കാരണമായിട്ട് മാറാം. സോ ഇത് പല രീതിയിലാണ് നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നത്, അല്ലെ? സോ അങ്ങനെ നോക്കുമ്പോൾ തൈറോയിഡിനെ പറ്റി പൊതുവെ ആൾക്കാർ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ, ഒന്ന്, ഹൈപ്പോതൈറോയിഡിസവും കൊളസ്ട്രോളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് ഞാൻ ഇപ്പം ഈ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു തന്നത്. കൊളസ്ട്രോൾ കൂടിയ ഒരാളിൽ ഒരു പക്ഷേ ഹൈപ്പോതൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡിന്റെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഇപ്പോൾ ടെസ്റ്റ് ഒക്കെ നോർമൽ ആണ്, അങ്ങനെയാണെങ്കിലും എനിക്ക് സിംറ്റംസ് മാറിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സിംറ്റംസ് മറ്റു പലതുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരം
സിംറ്റംസിനെ അനലൈസ് ചെയ്തിട്ട് എന്താണ് ആക്ച്വൽ കോസ്, തൈറോയിഡ് അല്ലെങ്കിൽ മറ്റെന്താണ് കാരണം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം ടാബ്ലറ്റുകളും മരുന്നുകളും ഒക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് സൈഡ് എഫക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് വേറൊരു ചോദ്യം. സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നതല്ല, സിന്തറ്റിക് ഹോർമോൺ ആണെങ്കിൽ ഒരുപക്ഷെ കുറച്ച് നമുക്ക് അതിനോട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നല്ലാതെ ഇതൊരു സൈഡ് എഫക്ട് ഉണ്ടാക്കുന്ന രീതിയിലല്ല, ഇത് ഹോർമോൺ സപ്പോർട്ടിംഗ് ആണ് എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ഒരു മരുന്നിനെ നമ്മൾ മരുന്നായിട്ട് കാണുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ കൂടി വേണം. നമ്മൾ അതിനെ ഡിപ്പെൻഡന്റ് ആവുക അല്ലെങ്കിൽ അതിനെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ട് എല്ലാ സ്ഥലത്തും കാണേണ്ടതില്ല. ഓക്കെ, ഗോയിട്രോജൻസിനെ പറ്റിയിട്ടാണ് പിന്നെ പല ആൾക്കാരും ഞാൻ ഇന്ന് പച്ചക്കറികൾ ഒഴിവാക്കണോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും പച്ചക്കറികളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഗോയിട്രോനെ പറ്റി സംസാരിച്ചപ്പോൾ പറഞ്ഞു, എല്ലാം ഒഴിവാക്കേണ്ടതില്ല. വേവിച്ച് കഴിക്കുക എന്ന് പറയുന്നതാണ് വളരെ അതിൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ അളവ് മറ്റു പല ഭക്ഷണത്തിന്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കഴിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാം. നമുക്ക് ഈ മരുന്നുകളൊന്നും ഇല്ലാതെ തൈറോയിഡ് ഹെൽത്ത് വീണ്ടെടുക്കാൻ പറ്റുമോ? ഈ ഒരു ചോദ്യത്തിന് പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനാണ് തൈറോയിഡിനെ തിരിച്ച് ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ അതിന് സമയം എടുക്കുന്നുണ്ടാവും. കാരണം ഒരു ദിവസം കൊണ്ട് വരുന്ന ഒരു രോഗമല്ല, ഒരു വൈറസ് വന്നിട്ട് വന്ന ഒരു രോഗമല്ല. അങ്ങനെയാണെങ്കിൽ ഈ വൈറസോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളോ ഇവിടുന്ന് പോകാനില്ല, ശരീരത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ ഒരു ചോദ്യം വരുന്നതാണ്, ഞാനിപ്പോൾ തൈറോയിഡിന്റെ മെഡിക്കേഷൻസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇത് ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വരുമോ? ജീവിതകാലം മുഴുവൻ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട്? ഭക്ഷണം കഴിക്കുന്ന പോലെ കഴിച്ചൂടെ? എന്നാൽ നമുക്ക് ആരോഗ്യത്തിന് വേണ്ടത് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ 125 mg തൈറോക്സിൻ എടുക്കുന്ന ഒരാൾക്ക് 100 mg-യിലേക്കോ 75 mg-യിലേക്കോ ഈവൻ അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനോ പറ്റുന്നത് തൈറോയിഡിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ പിന്നീട് മെഡിസിൻസ് ആവശ്യമായി വരില്ല. മേ ബി ഒരു റെഗുലർ ചെക്കപ്പ് മാത്രമേ ആവശ്യമുള്ളൂ ഹെൽത്ത് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേ സമയത്ത് ചില ആളുകളിൽ ഈ തൈറോയിഡ് സപ്പോർട്ട് വേണ്ടി വരുവാണ്, ഹോർമോൺസ് വേണ്ടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ ഒരു അന്താളിപ്പും വേണ്ട. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഹോർമോൺ സിസ്റ്റം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റു പല ഇഷ്യൂസും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തൈറോയിഡിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ കോശങ്ങളെയും, കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കോശങ്ങളെയും വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് തൈറോയിഡ്. സോ അതിന്റെ ജനറ്റിക് ലെവലിലുള്ള ഒരു സ്ട്രക്ചറിനും അതുപോലെ തന്നെ അതിന്റെ ഊർജ്ജ വിനിയോഗത്തിനും, എല്ലാ ടിഷ്യൂവിന്റെയും ഊർജ്ജ വിനിയോഗത്തിനും ഒക്കെ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജീവിതശൈലി മാറ്റങ്ങൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിനെ മോശമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ അതിന് കാരണം ഉണ്ടായത് ആ കാരണങ്ങളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ വേണം. താങ്ക് യു.